ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കിടിലൻ ട്രാവലർ. നമ്മുടെ ഇന്ന് രാത്രിയാണ് വീഡിയോ എടുത്തത്. ഇതിൻ്റെ പുറകിൽ വലിയൊരു കഥയുണ്ട്. വണ്ടിയിലെല്ലാവരും കിടന്നുറങ്ങുവാണ്. അപ്പം നമ്മുടെ നയാഗ്ര ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ രാത്രി കിടന്നുറങ്ങിയതിന് ശേഷം കുറച്ച് സംഭവങ്ങളുണ്ടായി, അതിലേക്ക് വരാം. നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് പറയാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒഹായോയിലാണ്. ഒഹായോയിൽ ഈരി ഐലൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു റെസ്റ്റ് ഏരിയ ഉണ്ട്. അതിൻ്റെ ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് പോയപ്പോഴും ഈ ഒരു ഏരിയ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇത്തിരി ലൈറ്റുള്ളിടത്ത് പോയി നിൽക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. ഏരിയ കാണാത്തവർക്ക് ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. ഇത് കുറച്ച് നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു റെസ്റ്റ് ഏരിയ ആണ്. ഈ റെസ്റ്റ് ഏരിയയുടെ പേര് കറക്റ്റായിട്ടുള്ള കാണിച്ചു തരാം. ആപ്പിൾ ഗ്രീൻ ട്രാവൽ പ്ലാസ എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ ഒഹായോ സ്റ്റേറ്റിൻ്റെ വകയാണ് ദ ഹാർട്ട് ഓഫ് ഇറ്റ് ഓൾ. അത് അവരുടെ ഒരു കോട്ടാണ് കേട്ടോ. ഓരോ സ്റ്റേറ്റിനും ഓരോ കോട്ടുണ്ടാവും. അവിടെ വെള്ളം കുടിക്കാനുള്ള സ്ഥലം, പിന്നെ ഫുഡ് കോർട്ട്, നല്ല ഇത്രയും വലിയ ഒരു ന്യൂ മോഡൽ, അതുപോലെ തന്നെ പുതിയ ഒരു ഷേപ്പിലൊക്കെയാണ് ഇവരുടെ ഈ ഒരു റെസ്റ്റ് ഏരിയ ഉള്ളത്. ഫുള്ള് ഫുഡ് കോർട്ടാണ് കേട്ടോ. ബർഗർ കിങ്, കുറേ സംഭവങ്ങൾ, ബസ്കിൻ റോബിൻസ്, പിന്നെ റെസ്റ്റ് റൂംസ് ആ ഏരിയയിൽ. പിന്നെ അതിൻ്റെ അപ്പുറേ ഒരു 7-Eleven ഇന്നലെ ഉണ്ടായിരുന്നോ എന്നൊരു സംശയമുണ്ട്. യെസ്, ആ സൈഡിൽ 7-Eleven ആണെന്ന് തോന്നുന്നു. നമ്മൾ പലതിലും കയറുന്നതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷനുണ്ട്. എന്തായാലും ഇവിടെ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും കിട്ടും. അപ്പോൾ ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഫൈനലി നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞു രാത്രിയാണ് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ ഇന്നലെ നയാഗ്രയിൽ പോയി അടിച്ച് പൊളിച്ചല്ലേ. ഭയങ്കര സൂപ്പറായിരുന്നു. ഒരു രക്ഷയില്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ലൈഫിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഒരു മൊമെൻ്റ് ആയിരുന്നു. അതായത് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും എൻജോയ് ചെയ്ത് ഇത്രയും ഒരു വൗ ഫീലിംഗ് കിട്ടിയ വേറൊരു സ്ഥലമില്ല. അവിടെ നയാഗ്രയിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർ പോകണം എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാവരും വിസിറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത്രയ്ക്ക് വണ്ടറാണ്. ഇത് നമ്മൾ ചുമ്മാ ഒരു യൂട്യൂബിന് വേണ്ടിയിട്ട് പറയുന്നതൊന്നുമല്ല കേട്ടോ. അത് നമുക്ക് അവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇത്രയും നമ്മൾ ഒരു കാര്യത്തിനും റെക്കമെൻഡ് ചെയ്യില്ല. അത്രയ്ക്കും എന്താ പറയുന്നത്, എത്രയും വേഗം നിങ്ങൾ പോയി കാണാൻ ശ്രമിക്കുക. അത് കാണാൻ സൗകര്യമുള്ളവർ, നിങ്ങൾ ഒരു ദിവസം ഡിലേ ആയാൽ അതൊരു വലിയൊരു റിഗ്രറ്റായിരിക്കും. പിന്നെ നാട്ടിൽ നിന്നൊക്കെ കാണുന്നവർക്ക് എല്ലാവർക്കും പോയി കാണാൻ സാധിച്ചോളണമെന്നില്ല. എന്നാലും മനസ്സിലൊരു ആഗ്രഹം വയ്ക്കുക, ഒരു ദിവസം നയാഗ്ര കാണാൻ പറ്റുമെന്നുള്ളത്. അതൊരു വെള്ളച്ചാട്ടമല്ല, അതൊരു എന്താ പറയുക, ഒരു എർത്തിൽ ഉള്ള നമ്മൾ ഇതുവരെയും കണ്ടൊരു സംഭവമല്ല. പിന്നെ ഒരിക്കലും നിങ്ങൾ നയാഗ്ര ഈവൻ നമ്മുടെ ആളുകളൊക്കെ പലരും വന്ന് കണ്ടിട്ട് മുകളിൽ നിന്ന് നയാഗ്ര പോയി കണ്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പരിപാടി കഴിച്ച് പോകുന്ന രീതിയുണ്ട്. അതല്ല, നമ്മൾ ഇപ്പോൾ നല്ല അടിപൊളി ഒരു ബിരിയാണി കൊണ്ടുവന്ന് വെച്ച് നല്ല സൂപ്പർ, കാണാൻ നല്ല അടിപൊളി, അത് എന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു ഫീലായിരിക്കും നയാഗ്ര ജസ്റ്റ് കണ്ട് കഴിഞ്ഞിട്ട് പോയാൽ. ആ ബിരിയാണി കഴിച്ച് നോക്കിയാലാണ് അറിയാവുള്ളൂ വാട്ട് ഈസ് ദാറ്റ് ബിരിയാണി എന്നുള്ളത്, അല്ലേ? അത് പറഞ്ഞ പോലെയാണ്. ആ നയാഗ്ര എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ കണ്ടാൽ മനസ്സിലാവില്ല. നിങ്ങൾക്ക് നയാഗ്ര കണ്ടാൽ ഒരു 5% ഹാപ്പിനെസ്, മാക്സിമം ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടും നേരിട്ട് കാണുമ്പോൾ. ബട്ട് അത് നേരിട്ട് കാണുമ്പോഴും ഭയങ്കര ഭംഗിയാട്ടോ. പക്ഷേ അതിനെ നമ്മൾ താരതമ്യം ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ നേരിട്ട് കാണുന്നതിന് 5% ആണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് പോയി ആ മിസ്റ്റ്, മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് ബോട്ട് റൈഡ്, അതുപോലെ തന്നെ കേവ് ഓഫ് ദ വിൻസ്, ആ ഒരു ട്രിപ്പ്, അതൊക്കെ പോയി കഴിയുമ്പോൾ ഇതൊരു 5% എന്നുള്ളത് ഒരു 100% അതിൻ്റെ ആ ഒരു ഡെപ്ത്ത്. അത്രയ്ക്കും അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ലോസ് ആഞ്ചൽസിൽ നിന്ന് ഇത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ ന്യൂയോർക്കിൽ പോയിട്ട് ഈ ഒരു നയാഗ്ര ഫാൾസ് കാണാൻ പോയതിൽ ഒരു തരി പോലും ഒരു വിഷമോ ബുദ്ധിമുട്ടോ ഒരു സന്തോഷക്കുറവോ ഒന്നുമില്ല. കാരണം അത്രയ്ക്കും വലിയൊരു
ഒരു 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 ഗോഡ്സ് ഗിഫ്റ്റ് എന്ന് പറയാം അത് പോയി കാണാൻ പറ്റിയത് കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അങ്ങനെ നയാഗ്ര ഫാൾസൊക്കെ കണ്ട് തകർത്ത് അടിച്ച് പൊളിച്ച് ഞങ്ങൾ നിൽക്കുമായിരുന്നു. എന്നിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിനെയും വൈഫിനെയും അവിടെ വെച്ച് ഫ്രണ്ടിൻ്റെ വൈഫിനെയും അവിടെ വെച്ച് കണ്ടു. അവരൊക്കെയായിട്ട് വളരെ അടിച്ച് പൊളിച്ച് നമ്മൾ പിരിഞ്ഞു. അതിനുശേഷം നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ കണ്ടിരുന്നു. നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ടിൽ 2 ദിവസത്തേക്കാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. നമ്മൾ താമസയിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ക്യാമ്പ് ഗ്രൗണ്ടായിരുന്നു. ക്ലീനായിരുന്നു, ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു, നല്ല സ്റ്റാഫുകളായിരുന്നു. 100% നമുക്കൊരു റിസോർട്ടിലൊക്കെ പോയി താമസിക്കുന്ന പോലെയും താമസിക്കാൻ പറ്റിയ റൂമുകളൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പോൾ ആ ക്യാമ്പ് സൈറ്റിൽ പോയി താമസിച്ചതിന് ശേഷം നിങ്ങൾ ആരെങ്കിലും നാട്ടിൽ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ താമസിക്കാൻ പറ്റിയവരാണെങ്കിൽ അവിടെ ക്യാമ്പിംഗ് അല്ലാതെ റൂമും കിട്ടും. സാധാരണ ഹോട്ടൽ റൂമിൻ്റെയൊക്കെ ഒരു റേറ്റ് ഉള്ളൂ അവിടെ. പക്ഷെ നല്ല സ്ഥലമാണ്, അടിപൊളിയാണ്. അപ്പം എന്താ പറയുക, KOAയുടെ അവിടെ 2 ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോയത് നോക്കിയിട്ട് ഞാൻ 2 എൻ്റെ പേര് വിട്ടുപോയി. അപ്പം KOAയുടെ ക്യാമ്പ് ഗ്രൗണ്ടാണ്. അപ്പോൾ അത് ഒന്ന് നോക്കിയിട്ട് അത് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ ആ ക്യാമ്പ് ഗ്രൗണ്ടിൽ നയാഗ്ര എക്സ്പ്ലോറിങ് കഴിഞ്ഞ് തിരിച്ച് വന്ന് പിന്നെ വീണ്ടും നമ്മൾ വൈകിട്ട് പോയിട്ട് നയാഗ്രയിൽ രണ്ടാമത് വേറെ സംഭവമുണ്ട് കേട്ടോ. നമ്മൾ നയാഗ്ര ഫാൾസ് ഈ മെയ്ഡ് ഓഫ് ദ മിസ്റ്റും അതുപോലെ തന്നെ കേവ് ഓഫ് ദ വിൻസും കണ്ടതിന് ശേഷം രാത്രി അവിടെ ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫയർ വർക്ക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ അത്രയൊന്നും വരില്ല. പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു. ഒരുപാട് ജനങ്ങൾ അവിടെ കാണാൻ വരുന്നുണ്ട്. അത് ഈ ഫയർ വർക്ക്സിന് നമ്മൾ അവിടുത്തെ ഫയർ വർക്ക്സായിട്ട് കമ്പയർ ചെയ്യുക, അത് നമ്മളവിടെ ചെല്ലുമ്പോൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു രാത്രി ഒരു എന്താ പറയുന്നത് LED ലൈറ്റ് ഷോ ഉണ്ട്. ആ നയാഗ്ര ഫാൾസിലേക്ക് നല്ല അടിപൊളിയായിട്ട് പല കളറുകൾ ലൈറ്റുകളൊക്കെ വന്നിട്ട് അടിപ്പിക്കും. അത് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അതെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് രാത്രി ഒരു 11-12 മണിയായി റൂമിൽ നമ്മുടെ ടെൻറ്റിലേക്ക് എത്തിയപ്പോൾ. അങ്ങനെ എത്തിയതിന് ശേഷം നമ്മൾ അത്യാവശ്യം ഒരു ക്യാമ്പ് ഫയറൊക്കെ നടത്തി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്തു. പിന്നെ അടുത്ത വീഡിയോയുമായി പിന്നെ കാണാൻ തുടങ്ങിയത്. അങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്തതിന് ശേഷം ഞങ്ങൾ കിടന്നുറങ്ങിയപ്പോൾ ഒരു 1 മണിയായി. 1 മണിയായിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കാറ്റ് സൗണ്ട് കേട്ടോണ്ട് ഞാൻ എണീറ്റ്. എന്നെ ആരെങ്കിലും വിളിച്ചാണോ അതോ ഞാൻ തന്നെ എണീറ്റാണോ എന്നറിയില്ല. നോക്കിയപ്പോൾ ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ആ കാറ്റ് ഇവിടെ ഏകദേശം സാധാരണ ആയിട്ടുള്ളൊരു കാറ്റാണ്. എന്നിട്ട് പേരൻസൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അവരിങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ടെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോഴത്തേക്കും കാറ്റ് നല്ല ശക്തമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് 3 ടെൻറ്റും ഒരു കെനോപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ കെനോപ്പി ഒന്ന് സെറ്റാക്കാൻ വേണ്ടി പോകുമ്പോൾ ടെൻറ്റ് കാറ്റ് പിടിക്കും. അങ്ങനെ ടെൻറ്റ് സെറ്റാക്കാൻ പോകുമ്പോൾ കെനോപ്പി കാറ്റ് പിടിക്കും. പിന്നെ മഴ വരാനുള്ള സാഹചര്യം. നമുക്ക് പറ്റുവാണെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ നമ്മുടെ പേരൻസൊക്കെ എടുത്ത വീഡിയോസ് ചിലപ്പോൾ ഉണ്ടാകും. അത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കാണാം. ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മഴ പെയ്തു. അപ്പോൾ കെനോപ്പി നമ്മുടെ ടെൻറ്റ് പറന്നു പോയിട്ട് റൂഫ്. എന്നിട്ട് നമുക്ക് കിടക്കുന്നിടത്തേക്കൊക്കെ വെള്ളം ചാടി. മൊബൈൽ, ക്യാമറ, എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ, അതൊക്കെ നനഞ്ഞ് ആകെ വല്ലാത്ത ഒരു എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അധികം പേടി തോന്നുന്നു. അങ്ങനെയൊന്നും ചെയ്തില്ല നമുക്ക്. പക്ഷേ പേരൻസിനൊക്കെ ഇത്തിരി പേടിയായിപ്പോയി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അത്രയും എൻജോയ്മെൻറ്റിൻ്റെ എക്സ്ട്രീം ആ ഒരു ഹാപ്പിനെസ്സിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നി. പിന്നെ എല്ലാം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് പിന്നെ വേറെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ അതിൻ്റെ നയാഗ്ര പണിക്ക് മുമ്പായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും അത് ഒരു പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഏതായാലും വന്നെല്ലാം കഴിഞ്ഞതിന് ശേഷം ആയതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നം തോന്നിയില്ല. അങ്ങനെ ഞാൻ ആ കാറ്റിൻ്റെ സമയത്ത് എല്ലാം അഴിക്കും ഒന്ന് ഒതുക്കി വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മഴ തുടങ്ങി. കംപ്ലീറ്റ് സാധനങ്ങൾ നനഞ്ഞു പോയി. എന്നിട്ട് പിന്നെ നമ്മൾ രാത്രി 1 മണി എന്നുള്ളത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനും മോനും റോഷനിയും കൂടിയിട്ട് ഇതെല്ലാം ക്ലിയറാക്കി. വാപ്പിച്ചും ഉമ്മച്ചൊക്കെ ഒന്നത് മഴ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ അവർ ഇത്രയും യാത്ര ചെയ്ത് വന്നതാണല്ലോ. അപ്പോൾ അവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചില്ല. അവരും റെഡിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൂടിയിട്ട് അത് മൊത്തം റെഡിയാക്കി. ഏകദേശം രാവിലെ 3 മണിക്കൂറോളം എടുത്തു. കാരണം ഭയങ്കര വെയിറ്റില്ല. നനഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് മൊത്തത്തിൽ ക്യാമ്പിങ്ങിൻ്റെ സാധനങ്ങളാണെങ്കിലും നമ്മുടെ ഡ്രസ്സ്, ബെഡിൻ്റെ കാര്യങ്ങൾ, ബാക്കിയെല്ലാം നനഞ്ഞു കഴിയുമ്പോൾ പിന്നെ പാത്രങ്ങൾ, സംഗതികളെല്ലാം അങ്ങനെ പാത്രങ്ങളൊക്കെ വീണ്ടും കഴുകി തുടച്ച് എല്ലാം എടുത്തു വെച്ച് ക്യാമ്പിങ്ങിൻ്റെ സാധനങ്ങൾ നനഞ്ഞത് നമ്മുടെ കാറിൻ്റെ മുകളിൽ
ഓൾറെഡി നമ്മളൊരു ബാഗ് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ അടിയിൽ വേറൊരു ലെയറായിട്ട് വെച്ച് നനഞ്ഞ സാധനങ്ങൾ വെച്ച് ഒക്കെ കെട്ടി വെച്ച് എല്ലാം നല്ല അടിപൊളിയാക്കി ഒരു 4-5 മണിയായപ്പോഴത്തേക്കും, അത് അടിപൊളിയാക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ എഫേർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വലിയ എഫേർട്ടായിരുന്നു. അങ്ങനെ അതെല്ലാം റെഡിയാക്കി നമ്മൾ 5 മണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ന്യൂയോർക്ക് സ്റ്റേറ്റ് ആണ് കേട്ടോ. നമ്മൾ ന്യൂയോർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ സിറ്റി എന്ന് വിചാരിക്കരുത്, നയാഗ്രയിൽ, പിന്നെ ബഫല്ലോ വഴി നമ്മൾ പെൻസിൽവാനിയ വഴി നമ്മൾ ഇപ്പോൾ ഒഹായോയിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പെൻസിൽവാനിയ കഴിഞ്ഞിട്ട് ഒഹായോ എത്തിയപ്പോഴാണ്, ഒഹായോ ബോർഡറിലേക്ക് എത്തിയപ്പോഴത്തേക്കും നമ്മൾ നല്ലൊരു ലോണ്ട്രിയിൽ വന്നിട്ട് കംപ്ലീറ്റ് ഡ്രസ്സുകളും നമ്മളെ നനഞ്ഞിരുന്ന ഡ്രസ്സ് കഴുകാൻ പറ്റിയ തലയണ എല്ലാ സംഗതികളും നല്ല അടിപൊളിയായിട്ട് കഴുകി പുത്തനാക്കി. അതോടുകൂടി നമ്മൾ വീണ്ടും ബാക്ക് ടു ആ ഒരു ഇതിലേക്ക് വന്നു. പിന്നെ എൻ്റെ ഒരു ഇയർഫോൺ കാണാതെ പോയി, നമ്മുടെ മൈക്ക് കാണാതെ പോയി. എന്നിട്ടിപ്പോൾ മൈക്ക് നമുക്ക് കിട്ടിയതാണ്. മൈക്ക് കിട്ടി, നമുക്കല്ലെങ്കിൽ വേറെ വാങ്ങാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോഴേക്കും നമുക്ക് കിട്ടി. മൈക്ക് കിട്ടാത്തതുകൊണ്ടല്ല ഇതുവരെ വീഡിയോ എടുക്കാമായിരുന്നു, കാരണം അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ നിന്ന് എല്ലാവരും ഒന്ന് മാറി വരാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് പെൻഡിങ്ങിലാക്കിയതാണ് വീഡിയോ എടുക്കാനായിട്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ട്രിപ്പ് പോവുകയും വീഡിയോ എടുക്കുകയും ചെയ്യുന്ന കണ്ടുകൊണ്ട് നിങ്ങൾ പോയി ക്യാമ്പ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. എന്നിട്ട് പോകണ്ടെന്നല്ല ഞാൻ പറയണേ, പോകണം, എല്ലാവരും എൻജോയ് ചെയ്യണം. അപ്പോൾ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മളൊരു റെഡി ആയിട്ട് നിൽക്കുക. കാറ്റോ മഴയോ ഒക്കെ വരുവാണെങ്കിൽ വണ്ടിയിലേക്ക് എടുത്ത് വയ്ക്കാനൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുക. കാരണം ഞാൻ എല്ലാ ക്യാമ്പിങ്ങിലും അങ്ങനെ ചെയ്യുമായിരുന്നു, ഇന്നലത്തെ ക്യാമ്പിങ്ങിൽ മാത്രം അങ്ങനെ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇത്രയും ദിവസം യാത്രയൊക്കെ ആയതുകൊണ്ട് പിന്നെ മഴയുടെ വേറൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാലാവസ്ഥ പ്രവചനം അങ്ങനെയൊന്നും, മഴ ഉണ്ടാകുന്നുള്ള പ്രവചനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, കാറ്റുണ്ടാകുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ശക്തമായ കാറ്റും ഇടിമിന്നൽ, ഇടിവെട്ട്, അതുപോലെ തന്നെ നല്ല മഴ, എല്ലാം നല്ല തകൃതിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ മഴ മാത്രം ഒരു കുറച്ച് നേരം നിന്നിട്ട് അങ്ങ് മാറി. അതല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു, അത്രയ്ക്ക് ശക്തമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ശരിക്കും പെട്ടുപോയി, ആ ഒരു രീതിയിലേക്കായിപ്പോയി. പിന്നെ മഴയത്ത് നിന്നിട്ടാണ് എല്ലാം സെറ്റായത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളാരെങ്കിലും ഇതുപോലെ ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു പ്ലാൻ ബിയും കൂടെ വേണം. തന്നെയല്ല, നമ്മുടെ എല്ലാ സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ എപ്പോഴും എടുത്ത് വെച്ച് പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുക. പിന്നെ എപ്പോഴും സുരക്ഷിതമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. പോകുന്ന ക്യാമ്പ് സൈറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കുക. കൂടുതൽ ആൾക്കാരുള്ളതിൽ പോകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെയാണ് കുറച്ച് അഡ്വൈസുകൾ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്ന് ഇതിപ്പോൾ രാത്രി, ഞാനിപ്പോൾ ഒഹായോയിലാണുള്ളത്. ഇനി നമുക്ക് പോകാനുള്ളത്, നമ്മൾ ഇങ്ങോട്ട് വന്ന സ്റ്റേറ്റുകൾ കുറച്ച് നമ്മൾ വീണ്ടും തിരിച്ചു പോകുമ്പോൾ കാണേണ്ടി വരും. അപ്പോൾ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എങ്കിലും നമ്മൾ മാക്സിമം അതർ സ്റ്റേറ്റുകൾ കവർ ചെയ്ത് പോകാനുള്ള റൂട്ട് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ന്യൂയോർക്ക് പോകണമെന്ന് നമുക്ക് വലിയൊരാഗ്രഹമായിരുന്നു. ന്യൂയോർക്ക് ഞാൻ ഓൾറെഡി പോയിട്ടുണ്ട്, പേരൻസിനെ കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് ഈ നമ്മുടെ നയാഗ്രയുടെ അവിടെ നിന്ന് 400 മൈൽ പോകണം ന്യൂയോർക്കിലേക്ക്. അപ്പോൾ ഏകദേശം ഒരു 6 to 8 hours എടുക്കും. അത് ഞങ്ങൾ പോകുമ്പോൾ ഈ 6 hours ആണ്, എനിക്കൊരു 2 മണിക്കൂർ കൂടുതൽ വേണം. കാരണം നമ്മൾ റെസ്റ്റ് എടുത്തേ പോവുള്ളൂ. 8 hours ആണെങ്കിൽ വീണ്ടും ഒരു 2 മണിക്കൂർ കൂടുതൽ വേണം, ഒരു 10 hours എടുക്കും. അപ്പോൾ അവിടെ ചെന്നിട്ട് നയാഗ്രയിൽ നിന്ന് ന്യൂയോർക്കിൽ ചെല്ലുമ്പോൾ 400 മൈൽ 6 to 8 hours. പിന്നെ ന്യൂയോർക്കിൽ നിന്ന് നമ്മൾ ലോസ് ആഞ്ചൽസിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു 300-400 മൈൽ എക്സ്ട്രാ ഓടേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് വീണ്ടും 800 മൈൽ വരും. അതുപോലെ തന്നെ ടൈമും കൂടുതൽ വരും. ഇത് രണ്ടും കൂടുതൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വ്യാഴാഴ്ച രാത്രിയാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്, ജൂലൈ 3-ന്. അപ്പം വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസം കൊണ്ട് ഓടിച്ച് കാലിഫോർണിയയിൽ എത്തണം. അതെത്താൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ വരും നമ്മൾ ന്യൂയോർക്ക് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഈ 3 ദിവസം കൊണ്ട് തന്നെ നമ്മൾ എത്തുമെന്നുള്ള സംശയമാണ്. പക്ഷെ എന്നാലും നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എത്താനായിട്ട് നമുക്ക് പറ്റും.
അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ നമുക്കൊരു 4 ദിവസം കറക്റ്റ് എടുത്തായിരുന്നു. 24 അവേഴ്സ് എക്സാക്ട്ലി 4 ദിവസം എടുത്തായിരുന്നു, 24 അവേഴ്സ് വെച്ചിട്ട്. അപ്പോൾ 24 നാൽപ്പത്തെട്ട് 96 അവേഴ്സ് എടുത്തു നമുക്ക് അവിടെ എത്താനായിട്ട് കറക്റ്റ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ ഏകദേശം ഒരു 300-350 മൈലാണ് കവർ ചെയ്തിട്ടുള്ളൂ. ഇനിയും നമുക്കൊരു 2100 മൈലോളം കവർ ചെയ്യാനുണ്ട്. 2100 അല്ല, ഐ തിങ്ക് എനിക്കിപ്പോൾ 2300ഓളം കവർ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ മീറ്റർ പ്രകാരം. ഒഹായോയുടെ ഒരു കാൽ ഭാഗമായിട്ടുള്ളൂ. ഇനി നമുക്ക് പോകാനുള്ള സ്റ്റേറ്റുകൾ ഇൻഡിയാന, ഇല്ലിനോയിസ്, മിസൂരി, ഒക്ലഹോമ, ടെക്സസ്, ന്യൂ മെക്സിക്കോ, അരിസോണ, കാലിഫോർണിയ. അപ്പോൾ ഈ വഴിക്ക് നമുക്ക് പോകുമ്പോൾ പറ്റുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കുറച്ചൊരു ലിസ്റ്റൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് പ്രകാരം കാണാൻ പറ്റുമെന്ന് നോക്കാം. ലോങ് ട്രിപ്പ് ആകുമ്പോൾ ഇത് നമ്മൾ ഈ സ്ഥലങ്ങൾ കാണാനായിട്ട് പോകുന്നില്ല, നമ്മൾ തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ അത് നമ്മളൊരു ട്രിപ്പാക്കി മാറ്റാം. പിന്നെ അതിനുള്ള സൗകര്യമില്ല, എന്നാലും നമ്മൾ മാക്സിമം ആ ഒരു സ്ഥലങ്ങൾ കണ്ട് പോകാൻ ശ്രമിക്കും. പിന്നെ ഇത്രയും വലിയ ലോങ് ട്രിപ്പാണ്, നമുക്ക് ഏത് രീതിയിലുള്ള പ്ലാൻ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരാം. നിങ്ങൾക്ക് അമേരിക്കയിൽ ഇല്ലാത്തവർക്ക് ഇതിൻ്റെ ഈ ഡിസ്റ്റൻസും ഇതിൻ്റെ കാര്യങ്ങളും എത്രത്തോളം എടുക്കാൻ പറ്റുമെന്നറിയില്ല. ഇവിടെ ഉള്ളവർക്ക് ഇത് കാണുന്നവർക്കൊക്കെ മനസ്സിലാവും. അവർ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ചെറിയ വട്ടാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്താ പറയുന്നത്, നമുക്ക് മാക്സിമം നമുക്ക് ഇനിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ നമ്മുടെ ടീമുകളെല്ലാം വണ്ടിയിൽ കിടന്ന് ഉറക്കമാണ്. അവർ ഉറങ്ങട്ടെ, കാരണം ഇന്നലെ ഒരാളും ഒരു പോളെ കണ്ണുറങ്ങിയിട്ടില്ല. അവർ പേടിച്ചരണ്ട് പോയി. വാപ്പിച്ചമ്മച്ചയൊക്കെ മോളും ഐഷയ്ക്കും പേടിച്ച് പോയിട്ടുണ്ടാവും, റോഷനിയൊക്കെ പേടിച്ച് പോയി. പക്ഷെ എന്നാലും അവരൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് അവർക്കൊന്നും കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അവരിപ്പോൾ ഇന്ന് എടുക്കുന്നില്ല. അവരിപ്പോൾ കുഴപ്പമില്ല, ഓക്കെയാണ്. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും അല്ലെങ്കിലും പേടിച്ച് പോയതിൻ്റെ ഒരു ഇതല്ല, ഇത്രയും പണികളുള്ളതും എല്ലാം ഒന്ന് റീസെറ്റ് ചെയ്ത് വരാനുള്ളൊരു സമയമൊക്കെയാണ് എടുത്തോളൂ. പേടിച്ച് അന്നേരം ആ ഒരു ഇതുണ്ടായപ്പോൾ ഇച്ചിരി പേടിച്ച് പോയി. അതല്ലാണ്ട് ഇതെല്ലാം ഒന്ന് റീസെറ്റ് ചെയ്ത് വരാനുള്ള സമയം എടുത്തോളൂ. ഇപ്പോൾ അവരെല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം എന്താ പറയണേ, ഇനിയിപ്പം നമ്മൾ രാത്രി ഡ്രൈവാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ റൂം എടുക്കും, അതല്ലെങ്കിൽ നമ്മൾ റെസ്റ്റ് ഏരിയയിൽ വീണ്ടും എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമ്മുടെ ഇതുവരെയും കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമുക്ക് നമ്മുടെ നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം. ജൂലൈ 4 നാളെ. ജൂലൈ 4 അമേരിക്കയുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അമേരിക്കയ്ക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് ഏകദേശം 250 വർഷമായി. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷസ്. അതുകൂടാതെ നമ്മുടെ വീഡിയോ തുടർന്നും കാണുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ. യെസ്.